ഹലോ, അപ്പം ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ കണ്ടാലോ? അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഉണക്ക തെരണ്ടി കേട്ടോ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ അടുക്കി പെറുക്കി അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചു. അങ്ങനെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്. അപ്പം അങ്ങനെ ഇതാ കറികളും ചോറും ഒക്കെ കറികൾ ഓൾറെഡി കുറച്ച് കറികൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി ഇന്നൊരു ഉണക്ക് കറി മാത്രം വെച്ച് ഒപ്പിക്കുക. അനൂക്ക ഓട്ടമൊക്കെ പോകുന്ന ദിവസം ഞാനും എൻ്റെ അച്ചൂസും ഇങ്ങനെയാണ് ഉള്ള കറികളൊക്കെ വെച്ച് ഒപ്പിക്കും. പിന്നെ എന്താ പറയുക, തലേന്നത്തെ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെയൊക്കെ വെച്ചാട്ടോ ഒപ്പിക്കൽ. അച്ചൂനാണെങ്കിലും അങ്ങനെയൊക്കെ മതി, എനിക്കാണെങ്കിലും വലിയ കറികളൊന്നും വേണമെന്നില്ല. പക്ഷെ ഇന്ന് കുറച്ച് ആർഭാടാണ്, ഇന്ന് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാം വെച്ച് ഒപ്പിക്കും. പക്ഷെ അനു ഉണ്ടെങ്കിൽ അതൊന്നും നടക്കൂല. രാവിലെ തന്നെ കറി വെക്കാൻ വാങ്ങിക്കൊണ്ടെന്ന് അത് വെപ്പിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ എല്ലാം കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തലേന്നത്തെ കറിയൊക്കെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉണക്ക് വരട്ടിയതുപോലെ ആക്കുക എന്ന് വെച്ചു. നല്ല പുളിയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ പുളിവെള്ളം മാത്രമേ ഈ കറിയിൽ ഞാൻ ഒഴിക്കുള്ളൂ കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് നീട്ടിയൊന്നും വെക്കില്ല, കാരണം വരട്ടിയ പോലെയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ഇതാ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ പരിപ്പ് കറി വെച്ചത് അങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ആകെ 2 പേരല്ലേ ഉള്ളൂ. അച്ചുവിനെ പിന്നെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലല്ലോ, അവനെ അത്രയല്ലേ കൂട്ടുള്ളൂ. അതുകൊണ്ട് പരിപ്പൊക്കെ വെച്ചാൽ 2 ദിവസം ഉണ്ടാവും കേട്ടോ. അതൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഈ ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ ആ കറിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും ചോറ് തിന്നാനുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഉച്ച സമയമായിരുന്നേ. ഈ കറി അടിപൊളി കേട്ടോ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുവേ. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ എടുത്തു, കറിയെടുത്തു, മുട്ടയെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.